കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് BJP ഒരു കോർപ്പറേഷൻ ഭരിക്കുന്നത്. അത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ഇത്തവണ 101 സീറ്റുകൾ ഉള്ള തിരുവനന്തപുരത്ത് 50 സീറ്റുകൾ വിജയിച്ച സ്വതന്ത്രരുടെ കൂടി പിന്തുണയോടുകൂടിയാണ് BJP ഈ കോർപ്പറേഷൻ ഭരണം നിലനിർത്തുന്നത്. അതിനിടയിൽ ആയിരുന്നു BJPയുടെ കൗൺസിലർ ആയിട്ടുള്ള സുഗതന് നേരെ വലിയ ആരോപണങ്ങൾ ഉയരുന്നത്. പ്രത്യേകിച്ച് സുഗതൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും സുഗതന് നേരെ വീണ്ടും കാപ്പ ചുമത്തുകയും ചെയ്ത സാഹചര്യത്തിൽ സുഗതനെ പോലെ ഒരാൾ ജനപ്രതിനിധിയായി തുടരുന്നതിൽ പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിമർശനം ആണ് ഉയർത്തുന്നത്. സുഗതന്റെ രാജി ആവശ്യം, ഒപ്പം അയോഗ്യത പോലെയുള്ള വിഷയങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ്. അത് ഏത് തരത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണത്തെ സ്വാധീനിക്കാൻ പോകുന്നത്? എന്താണ് ഇവിടുത്തെ ഒരു പശ്ചാത്തലം? നമുക്ക് ആദ്യം ഈ വാഴോട്ടുകോണം എന്ന പ്രദേശത്ത്, അതായത് ആ വാർഡിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത തെളിയുന്നുണ്ടോ എന്നതാണ് നോക്കേണ്ടത്. നിലവിൽ അവിടെ നിന്നുള്ള ജനപ്രതിനിധി എന്നത് ആർ സുഗതനാണ്. ഈ സുഗതൻ ആണ് ഇപ്പോൾ വിമർശനങ്ങൾ നേരിടുന്നത്. അത് ക്രിമിനൽ പശ്ചാത്തലമുള്ള കേസുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എന്നതാണ്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അയോഗ്യതാ ഭീഷണി ഉണ്ടാവുക എന്നത് നിലവിൽ ഈ തുടർച്ചയായി 3 മാസം കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കുക, അതായത് കൗൺസിലർമാരുടെ യോഗം വിളിക്കുമ്പോൾ അതിൽ തുടർച്ചയായി 3 മാസം വിട്ടുനിൽക്കുക, തുടർച്ചയായി 3 കൗൺസിൽ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുക, ഇത്തരം സാഹചര്യങ്ങൾ ആണ് പ്രധാനമായും ഒരു കൗൺസിലർക്ക് അയോഗ്യത സൃഷ്ടിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തദ്ദേശ ഭരണ നിയമപ്രകാരം ആണ് പ്രവർത്തിക്കുന്നത് എന്നത്. അത് പ്രകാരം ആണ് ആർട്ടിക്കിൾ 91 അനുസരിച്ച് ആണ് ഇത്തരത്തിൽ അയോഗ്യത കൽപ്പിക്കപ്പെടുന്നത് എന്നതാണ്. തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, മാസങ്ങളോളം വിട്ടുനിൽക്കുകയെങ്കിൽ പിന്നീട് 4ാമത് നടക്കുന്ന കൗൺസിൽ യോഗത്തിൽ ഈ അംഗത്തെ അയോഗ്യനാക്കുവാനുള്ള നീക്കം നടത്താവുന്നതാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളിൽ യഥാർത്ഥത്തിൽ ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഇല്ല എന്നുള്ളതാണ്. അതൊരു കൂട്ടായ ഭരണ സംവിധാനം എന്നതാണ് സാങ്കേതികമായി. പക്ഷേ ഭരിക്കുന്നത് ഒരു മുന്നണിയാണ്, അതുകൊണ്ട് അത് ഭരണപക്ഷം, മറ്റത് മറുഭാഗത്തെ പ്രതിപക്ഷം എന്ന് വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു പ്രമേയമൊക്കെ അവതരിപ്പിച്ച് അയോഗ്യത കൽപ്പിക്കുവാനുള്ള സാധ്യത മുന്നിലുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ 2 കൗൺസിൽ യോഗങ്ങളിൽ സുഗതൻ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇനി നടക്കാൻ പോകുന്നത് 3ാമത്തെ കൗൺസിൽ യോഗമാണ്. തുടർച്ചയായ ഈ 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ല എങ്കിൽ ആണ് സുഗതന് അയോഗ്യത വരുന്നത് എന്നതാണ്. ഒപ്പം പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്, അങ്ങനെ 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ല എന്നതുകൊണ്ടോ 3 മാസം പങ്കെടുത്തില്ല എന്നതുകൊണ്ടോ ഒരു കൗൺസിലർ അയോഗ്യനാക്കപ്പെടുകയില്ല. അതിന് അദ്ദേഹം അവധി നൽകുക എന്നതാണ് ഒരു ഓപ്ഷൻ. അതായത് ഇനി നടക്കാൻ പോകുന്ന കൗൺസിൽ യോഗങ്ങളിൽ അല്ലെങ്കിൽ നടന്ന കൗൺസിൽ യോഗങ്ങളിൽ തനിക്ക് പങ്കെടുക്കാൻ സാധിക്കില്ലായിരുന്നു എന്നത് കാര്യകാരണ സഹിതം അവധിയായി നൽകാവുന്നതാണ്. അങ്ങനെ ഒരു അവധി അപേക്ഷ നൽകിയിട്ടുണ്ട് എങ്കിൽ അത് പരിഗണിക്കുകയും അതുകൊണ്ട് തന്നെ കൗൺസിലർ പങ്കെടുത്തില്ല എങ്കിൽ അതിന് സാങ്കേതികമായ പിഴവുകളായി കണക്കാക്കാൻ പറ്റില്ല, അയോഗ്യത കൽപ്പിക്കാനും സാധിക്കില്ല. ഇവിടെ ഇനി അറിയേണ്ടത്, ഈ കഴിഞ്ഞ 2 യോഗങ്ങളിൽ സുഗതൻ പങ്കെടുക്കാതിരുന്നപ്പോൾ കൃത്യമായും അവധി അപേക്ഷ നൽകിയിരുന്നോ എന്നതാണ്. ഇനി മറ്റൊന്ന്, അടുത്ത കൗൺസിൽ യോഗം അത് എപ്പോഴാണ് ചേരാൻ പോകുന്നത്? ഇപ്പോൾ തന്നെ CPIM അടിയന്തരമായി കൗൺസിൽ യോഗം ആവശ്യപ്പെടുകയാണ്. അതിന് കാരണം 3ാമത്തെ കൗൺസിലായിരിക്കും ഇനി ചേരാൻ പോകുന്നത്. നിലവിൽ സുഗതന് അതിൽ പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ അയോഗ്യത എന്ന ആവശ്യം ഉന്നയിക്കാം എന്നുള്ളതാണ്. ഇനി ഈ അയോഗ്യത കൽപ്പിക്കപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക? തീർച്ചയായും അയോഗ്യത കൽപ്പിക്കപ്പെട്ടാൽ വാഴോട്ടുകോണത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കും. അവിടെ CPIMന് കൂടുതൽ കരുത്തുള്ള പ്രദേശം കൂടിയാണ്. ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ആ സീറ്റിൽ വിജയിക്കാൻ സാധിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJPക്ക് ഭരണം നഷ്ടമാകുമോ എന്നതാണ്. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണത്തെ ഭരണപക്ഷം പ്രതിപക്ഷം എന്നൊന്നും നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആകെ 101 കൗൺസിലർമാരാണ് ഉള്ളത്. അതിൽ BJPക്ക് 50 അംഗങ്ങളുടെ പിന്തുണയാണുള്ളത്. ഇപ്പോൾ ഭരണം സ്വതന്ത്രരുടെ കൂടി, അതായത് സ്വാഭാവികമായും വോട്ടിങ്ങും മറ്റുമൊക്കെ നടക്കുമ്പോൾ 51-52 വോട്ടുകളൊക്കെ ഉണ്ടെങ്കിലാണ് പല വിഷയങ്ങളിലും മേൽക്കൈ നേടിക്കൊണ്ട് ഭൂരിപക്ഷ അഭിപ്രായം എന്ന നിലയിൽ അത് പാസ്സാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്വതന്ത്രരുടെ കൂടി പിന്തുണയോട് പോകുന്ന ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഒരു പ്രതിസന്ധി എന്നുള്ളതാണ്. അവിടെ നമ്മൾ BJPയുടെ ഭാഗം കൂടി പ്രേക്ഷകരോട് സൂചിപ്പിക്കുന്നു. ഒരു തരത്തിലുമുള്ള ആശങ്കയുമില്ല എന്നാണ് BJP പറയുന്നത്. അയോഗ്യത ഭീഷണി ഇല്ല എന്ന് മേയറായിട്ടുള്ള VV രാജേഷ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ സുഗതൻ നേരിട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായ കേസുകൾ എന്നുകൂടിയാണ് VV രാജേഷ് വ്യക്തമാക്കുന്നത്, BJP പറയുന്നത്. നമ്മൾ വീണ്ടും ഡാനിലേക്ക് പോകുമ്പോൾ, ഡാൻ, എന്താണ് ഒരു പശ്ചാത്തലം? ഇതൊരു വിദൂരമായ സാധ്യതയാണ് എങ്കിൽ പോലും രാഷ്ട്രീയമാണല്ലോ, അവിടെ എന്തും സംഭവിക്കാമല്ലോ.
തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ കേവല ഭൂരിപക്ഷത്തിന് ഒരു സീറ്റായിരുന്നു BJPക്ക് കുറവുണ്ടായിരുന്നത്. അവർക്ക് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം പിടിക്കുക എന്ന എക്കാലത്തെയും വലിയ സ്വപ്നം, 4 പതിറ്റാണ്ടായി തുടരുന്ന സ്വപ്നം, ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഒരു സീറ്റിന്റെ കുറവുണ്ടായിരുന്നു. ആ കുറവ് നികത്തിയത് പാറ്റൂർ രാധാകൃഷ്ണനെ, സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച പാറ്റൂർ രാധാകൃഷ്ണനെ ഒപ്പം ചേർത്തുകൊണ്ടാണ്. അങ്ങനെ 51 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് VV രാജേഷ് മേയർ സ്ഥാനത്തേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായത്. അവിടെയാണിപ്പോൾ നിർണായകമായ ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നത്. വാഴോട്ടുകോണം കൌൺസിലറായ സുഗതൻ കഴിഞ്ഞ 2 കൌൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം അവധി അപേക്ഷ നൽകുകയോ അതെങ്കിലും മറ്റെന്തെങ്കിലും സാങ്കേതികമായ കാരണം അതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നതിൽ ഇതുവരെ നമുക്ക് വ്യക്തമായൊരു മറുപടി ലഭിച്ചിട്ടില്ല. പക്ഷേ അതിനെ CPM വലിയൊരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണ്. കാരണം കഴിഞ്ഞ കൌൺസിൽ യോഗം നടന്ന സമയത്ത് സുഗതൻ ഒളിവിലായിരുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് അടിയന്തരമായി വീണ്ടും ഒരു കൌൺസിൽ യോഗം കൂടി വിളിച്ചു ചേർക്കണം എന്ന ആവശ്യം പ്രതിപക്ഷമായ LDF മുമ്പോട്ട് വെക്കും. CPM കൌൺസിലർമാർ ഈ ആവശ്യം മുമ്പോട്ട് വെക്കും. ആ ആവശ്യം നിഷേധിക്കാൻ മേയർക്ക് കഴിയില്ല. അങ്ങനെ മൂന്നാമത് വീണ്ടും ഒരു കൌൺസിൽ യോഗം ചേരുമ്പോൾ നിലവിൽ കാപ്പ കേസിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന സുഗതന് ആ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. അങ്ങനെ വന്നാൽ 3 കൌൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാകും സുഗതന്റെ ഭാഗത്തുണ്ടാകുക. അതിനെ ഒരു രാഷ്ട്രീയ നീക്കമായി കണ്ട് സുഗതനെ അയോഗ്യനാക്കണം എന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനുള്ള അവസരമാക്കി മാറ്റാനുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എത്ര കണ്ട് ഫലം കാണുമെന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. എന്തായാലും ഇങ്ങനെയൊരു രാഷ്ട്രീയ നീക്കം ഇടത് കേന്ദ്രങ്ങളിൽ നടക്കുന്നുവെന്ന വ്യക്തമായ ധാരണയിൽ തന്നെയാണ് അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ BJP ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുഗതന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നലെ BJP കൌൺസിലർമാർ ഡെപ്യൂട്ടി മേയറുടെ സാന്നിധ്യത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ മാർച്ചിന്റെ ഭാഗമാകുകയും സുഗതനെ വേട്ടയാടാൻ, രാഷ്ട്രീയമായി വേട്ടയാടാൻ വിട്ടു നൽകില്ല എന്ന നിലപാടെടുക്കുകയും ചെയ്തത്. VK പ്രശാന്ത് പരാജയപ്പെടുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് സുഗതനാണ്. വാഴോട്ടുകോണം മേഖലയിൽ സുഗതനുള്ള വ്യക്തിബന്ധങ്ങൾ, അത് സ്വാധീനങ്ങൾ, അതൊക്കെ VK പ്രശാന്തിന് ഒരു വലിയ വെല്ലുവിളി തീർത്തെന്നാണ് BJPയുടെ വിലയിരുത്തൽ. അങ്ങനെയൊരു പശ്ചാത്തലത്തിൽ സുഗതനെതിരെ വ്യക്തിപരമായ രാഷ്ട്രീയ വിരോധം തീർക്കാനുള്ള നീക്കം നടക്കുന്നുവെന്ന പ്രചാരണം രാഷ്ട്രീയമായി നൽകിക്കൊണ്ട് ഇപ്പോൾ ഈ അകപ്പെട്ടിരിക്കുന്ന ഈ കുരുക്കിൽ നിന്ന് സുഗതനെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു നീക്കമായിരിക്കും BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുക. പക്ഷേ അപ്പോഴും BJPക്കുള്ളിൽ തന്നെ അതിനോട് വിയോജിപ്പുള്ളവരുണ്ട്. പക്ഷേ അവരെ ആശങ്കയിലാക്കുന്നത് ഏതെങ്കിലും ഒരു ദുരവസ്ഥയിൽ സുഗതൻ അയോഗ്യനാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഏത് തരത്തിൽ നഗരസഭാ ഭരണത്തിൽ കേവല ഭൂരിപക്ഷത്തിൽ ഒറ്റ സീറ്റിന്റെ മാത്രം മുൻതൂക്കത്തിൽ നഗരസഭയുടെ ഭരണം തുടരുന്ന BJPയെ എങ്ങനെ അത് ബാധിക്കുമെന്നതാണ് രാഷ്ട്രീയമായൊരു വെല്ലുവിളി നേതൃത്വത്തിന് ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ കരുതലോടെ മാത്രം ഈ വിഷയത്തെ അവർ നോക്കിക്കാണുകയും ചെയ്യുന്നത്. തീർച്ചയായും തിരുവനന്തപുരം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് ഭരണം നൽകിയിട്ടുള്ള കോർപ്പറേഷൻ ആണ്. ഒരുപക്ഷെ കേരളത്തെക്കാൾ പഴക്കമുള്ള ഒരു കോർപ്പറേഷൻ ആണ് BJP പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിലൂടെ പിടിച്ചെടുത്തത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അവിടെ ഒരു കൗൺസിലർ ഈ തരത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ അത് ഭരണത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുക, ഒപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ അവസരത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ വിശദാംശങ്ങൾ ആണ് ഡാൻ കുര്യൻ നൽകിയത്. നമ്മൾ തിരുവനന്തപുരത്തെക്കുറിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞു. അതേസമയം പാലാ നഗരസഭയിലെ ഭരണവും നഷ്ടപ്പെടുവാനുള്ളൊരു സാധ്യതയുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് പിന്നീട് ചേരും. ഒപ്പം ഈ വാർത്തയോട് ചേർത്ത് വെക്കേണ്ടത് ഇപ്പോഴിതാ ഈ കാപ്പ ചുമത്തപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഈ കാപ്പ ചുമത്തിയ കാര്യം സുഗതനെ അറിയിച്ചിരുന്നില്ല എന്ന് BJP ആരോപണം ഉന്നയിക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാപ്പ ചുമത്തിയത് എന്ന് മേയർ VV രാജേഷ് ചോദിക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.